ഭരണഘടനയെ അവഹേളിച്ച കേസിൽ മന്ത്രി സജി ചെറിയാന് കുരുക്കുമുറുകുമ്പോഴും രാജി ഒഴിവാക്കാൻ കിണഞ്ഞു ശ്രമിച്ച പിണറായി പക്ഷം ജനുവരി 2ാം വാരം ആരംഭിക്കുന്ന CPM ആലപ്പുഴ ജില്ലാ സമ്മേളനം വരെ രാജി ഒഴിവാക്കുകയാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ലക്ഷ്യം. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം ഇത്രയും വലിയൊരു വിവാദം ഉണ്ടായിട്ട് പോലും സജി ചെറിയാനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അന്നും ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴും ഇത് വീണ്ടും വിവാദമാകുന്നു, അല്ലെങ്കിൽ കോടതിയുടെ കൃത്യമായൊരു ഇടപെടൽ വീണ്ടും ഉണ്ടാകുന്നു എന്ന് കാണുമ്പോഴും പിണറായി വിജയൻ സർക്കാർ വീണ്ടും സജി ചെറിയാനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഇന്നലെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു പരാമർശമില്ലേ, വിലയിരുത്തലിൽ തന്നെ ഏറ്റവും പ്രധാനമായും വിമർശിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെ, പോലീസിനെയാണ്. പോലീസ് ഇതിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തിയില്ല. ഇനിയെങ്കിലും അന്വേഷണം നടക്കുമ്പോൾ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറയുമ്പോൾ സജി ചെറിയാനെ സഹായിക്കുന്നതിന് വേണ്ടി കൃത്യമായി പോലീസ് ഇതിൽ ഒത്തുകളിച്ചു എന്നത് വ്യക്തമാണ്. ആ ഒരു പരാമർശത്തിലൂടെ അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും. അത് പിണറായി ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പിണറായി വിജയന് കൂടി ബാധകമായതാണ് ഇന്നലത്തെ വിമർശനം എന്നത് നമുക്ക് കാണാതെ പോകാൻ കഴിയില്ല. ഇത് മാറ്റിവെച്ചാൽ ഇപ്പോഴത്തെ പാർട്ടി സമ്മേളനം നടക്കുകയാണ്. പാർട്ടി സമ്മേളനത്തിൽ ആലപ്പുഴ പോലെ വളരെ ഭിന്നതയുള്ള, ഇല്ലെങ്കിൽ ഗ്രൂപ്പ് അതിശക്തമായ ഒരു ജില്ലയാണ് ആലപ്പുഴ. മുൻപ് VS-ഉമായിട്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ ആദ്യഘട്ടം മുതൽ തന്നെ പാർട്ടി ഗ്രൂപ്പ് ശക്തമായ ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആ ഒരു ജില്ലയിൽ നേരത്തെ VS പക്ഷമുണ്ടായിരുന്നു. G സുധാകരന്റെ നേതൃത്വത്തിൽ ഔദ്യോഗിക പക്ഷം നിലനിൽക്കുമ്പോൾ തന്നെ ഐസക്കിന്റെ വിഭാഗം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിനെയെല്ലാം ഒരേ കുടക്കീഴിൽ കൊണ്ടുവരിക, ഒറ്റ ഔദ്യോഗിക പക്ഷം, ഇല്ലെങ്കിൽ ഇപ്പോൾ പിണറായി പക്ഷ ഗ്രൂപ്പാക്കി നിർത്തണം എന്ന കൃത്യമായ ഒരു ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിൽ, സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് പിണറായി വിജയൻ സജി ചെറിയാനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ആ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നേരത്തെ ഏറ്റവും അവിടുത്തെ ഉന്നതനായ ഒരു നേതാവായി നിലനിന്നിരുന്ന G സുധാകരൻ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് താഴ്ത്തപ്പെടുന്നു. തോമസ് ഐസക് ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ പോകുന്നു. VS പക്ഷം സ്വാഭാവികമായും VS അനാരോഗ്യം കാരണം പാർട്ടിയിൽ സജീവമല്ലാതായതോടെ തന്നെ വിവിധ ഗ്രൂപ്പുകളിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ ഇതിന് ശേഷം ഈ പാർട്ടിയെ ഒറ്റക്കെട്ടായി പിണറായിക്ക് പിന്നിൽ അണിനിരത്തുക എന്ന ഉത്തരവാദിത്തമായിരുന്നു സജി ചെറിയാനിൽ നിക്ഷിപ്തമായിരുന്നത്. ആ ഒരു നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ ആദ്യം മുതൽ തന്നെ വലിയ വെല്ലുവിളികൾ, കുട്ടനാട്ടിലായാലും ചെങ്ങന്നൂർ ചെറിയനാട് ഭാഗങ്ങളിലൊക്കെ നിന്നായാലും എല്ലാം CPM അംഗങ്ങൾ ഇത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം CPIയിലേക്ക് ചേക്കേറുന്ന, കൂട്ടത്തോടെ ചേക്കേറുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ തിരിച്ചടി ഉണ്ടാവുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടിയുടെ വലിയ ശക്തി കേന്ദ്രങ്ങൾ പോലും CPM 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട് BJP 1ഓ 2ഓ സ്ഥാനത്തേക്ക് വരുന്ന സാഹചര്യം ഉടലെടുക്കുന്നു. അതിൽ തന്നെ ജാതീയ സമവാക്യങ്ങൾ മാറിമറിയുന്നു. ഇത്തരം ഒരു ഘട്ടത്തിൽ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ, ഇപ്പോൾ തന്നെ ഏരിയ സമ്മേളനങ്ങൾ 4-5 പൂർത്തിയായി കഴിഞ്ഞു. ബാക്കി ശേഷിക്കുന്ന ഏരിയ സമ്മേളനങ്ങൾ കൂടി പൂർത്തിയാക്കി ജനുവരി 11, 12 തീയതികളിൽ ഹരിപ്പാട്ട് വെച്ചാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ആ ഒരു ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ പാർട്ടിയെ പിണറായി പക്ഷത്ത് തന്നെ ഉറപ്പിച്ചു നിർത്താൻ സജി ചെറിയാന്റെ മന്ത്രി എന്ന ആ പവർ വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്നതാണ് പാർട്ടി കണക്കാക്കുന്നത്, ഇല്ലെങ്കിൽ പിണറായി പക്ഷം കണക്കാക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ സജി ചെറിയാൻ രാജിവെക്കേണ്ടി വന്നാൽ വലിയ തോതിൽ ഇവരുടെ പക്ഷത്ത് നിന്നും ആൾക്കാർ ചോരും മറുപക്ഷത്തേക്ക് പോകും എന്നത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആ ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള കിണഞ്ഞ ശ്രമം തന്നെയാണ് സജി ചെറിയാന്റെ രാജി ഒഴിവാക്കാൻ വേണ്ടി ഇന്ന് പാർട്ടിയിൽ നടക്കുന്നത്. ആലപ്പുഴയിൽ നമുക്കറിയാം 2001 ജില്ലാ സമ്മേളനം ഹരിപ്പാട്ട് വെച്ച് തന്നെയാണ് നടന്നതെന്നതും കൗതുകമാണ്. ആ ജില്ലാ സമ്മേളനത്തിലാണ് VS-ന്റെ അപ്രമാദിത്യം തച്ചുടച്ചുകൊണ്ട് G സുധാകരൻ ജില്ലാ സെക്രട്ടറി ആവുകയും VS പക്ഷത്തെ ഒരു തരത്തിൽ പറഞ്ഞ വെട്ടി നിരത്തിക്കൊണ്ട് തന്നെ വളരെ കൃത്യമായി പാർട്ടി ഔദ്യോഗിക പക്ഷത്തേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ജില്ലാ വിഭാഗീയത നടന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ പേരിൽ G സുധാകരനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തൊന്ന് മാറ്റി അവിടെ MA ബേബിയെ കൊണ്ടുവന്നിരുന്നു. അന്നും അതിനുശേഷവും അടുത്ത സമ്മേളനത്തിൽ G സുധാകരൻ തന്നെ സെക്രട്ടറി ആയിക്കൊണ്ട് തിരിച്ചു വന്നു. ആ G സുധാകരൻ്റെ അപ്രമാദിത്യം എല്ലാം ഒഴിവാക്കിക്കൊണ്ട്, പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടാണ്
സജി ചെറിയാന്റെ നേതൃത്വത്തിലേക്ക് ആലപ്പുഴയിലെ പാർട്ടിയെ കൊണ്ടുവരുന്നത്. എന്നാൽ അത് ഗുണകരമാവണമെങ്കിൽ മന്ത്രിയായി തന്നെ മുന്നോട്ട് പോകണം എന്നതാണ് പാർട്ടി നേതൃത്വം കണക്കാക്കുന്നത്. അതിനു വേണ്ടിയുള്ള വലിയ ഒരു പെടാപ്പാടാവും വരും ദിവസങ്ങൾക്കാണ്. അതും ജനുവരി 11, 12 ആ ഒരു തീയതി വരെയെങ്കിലും സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്ത് പിടിച്ചു നിർത്തുക എന്നത് പിണറായി പക്ഷത്തിന്റെ വലിയ ഒരു ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തന്നെ സജീവമായിട്ടുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ പാർട്ടി സമ്മേളനങ്ങൾ ഇതുവരെ കാര്യമായ ചർച്ച ഈ സജി ചെറിയാന്റെ ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായതിനു ശേഷം ശക്തമായി തന്നെ അത്തരം ചർച്ചകൾ അല്ലെങ്കിൽ ആ ഒരു കാര്യം ആയുധമാക്കിക്കൊണ്ട് മൂർച്ചയുള്ള ഒരു ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് മറുപക്ഷം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. ആ രീതിയിൽ ഇനിയും വരുന്ന സമ്മേളനങ്ങളിലും ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ദേവിക. ശരി, ഏതായാലും സജി ചെറിയാന്റെ മന്ത്രിസ്ഥാനം തുലാസിലാകുമോ എന്ന് നിലനിൽക്കുന്നൊരവസ്ഥയിൽ തന്നെയാണ് സജിയെ സംരക്ഷിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ മുന്നോട്ട് പോകുന്നത്. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമൊക്കെ ചേരുന്നുണ്ട്. ഈ വിഷയം അതിലും ചർച്ചയാകാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.